ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മളിപ്പോൾ 100 ഡേയ്സ് ചലഞ്ചിലെ ഡേ 25 ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഭൂമിശാസ്ത്രത്തിൽ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്ന ആ ടോപ്പിക്കിൻ്റെ കണ്ടിന്യൂഷനാണ് നമ്മൾ പഠിക്കുന്നത് കേട്ടോ. അപ്പോൾ 4 പ്രധാനപ്പെട്ട ടോപ്പിക്സാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുക. പശ്ചിമഘട്ടം, പൂർവ്വഘട്ടം, തീരദേശം, അതുപോലെ ദ്വീപുകൾ. സത്യത്തിൽ ഇന്ത്യയുടെ ഭൂപ്രകൃതി എന്ന് പറയുന്ന വാസ്റ്റായിട്ടുള്ള ഒരു ടോപ്പിക്ക് ഇന്ന് നമ്മൾ അവസാനിപ്പിക്കും. ഇന്ത്യയുടെ ഭൂപ്രകൃതി എന്ന് പറയുന്നത്. പക്ഷേ ഭൂമിശാസ്ത്രത്തിൽ കാലാവസ്ഥ തുടങ്ങിയ ടോപ്പിക്കുകൾ ഇനിയും ബാക്കി കിടക്കുകയാണ്. അപ്പോൾ 2 ദിവസം കൂടി നമ്മുടെ കയ്യിലുണ്ട്. ഈ ആഴ്ചയിലെ ഡേ 27 വരെ നമുക്കുണ്ട്. അപ്പോൾ നമുക്കത് പഠിച്ച് തീർക്കാം. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് വേഗം പോവാം. അപ്പോൾ അതിനിടയ്ക്ക് ഞാൻ പറയട്ടെ, നമ്മൾ SCERT കൂടെ പഠിക്കുന്നുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ SCERT നിങ്ങൾ കൂടെ പഠിക്കുന്നത് ഏതാണോ കഴിഞ്ഞ ദിവസം പഠിച്ചത് അതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് തൊട്ടടുത്ത പാഠം. നമ്മൾ 6ാം ക്ലാസ്സിലെ സയൻസാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് പഠിക്കുക കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് നോക്കാം. ആദ്യത്തേത് പശ്ചിമഘട്ടം. പശ്ചിമഘട്ടത്തിനെ നമ്മൾ വിളിക്കുന്ന മറ്റൊരു പേരാണ് സഹ്യപർവ്വതം. അതെല്ലാവർക്കും അറിയണതായിരിക്കും. കേരളത്തിൽ നമ്മളതിനെ വിളിക്കുന്ന പേരാണ് സഹ്യപർവ്വതം. പശ്ചിമഘട്ടത്തിനെ ഗ്രേറ്റ് എസ്കാർപ്മെൻറ്റ് എന്ന് വിളിക്കുന്നുണ്ട്. ഓക്കെ, അതായത് ഇന്ത്യയുടെ മഹത്തായ എസ്കാർപ്മെൻറ്റ് എന്ന് വിളിക്കുന്ന ഭൂരൂപമാണ് പശ്ചിമഘട്ടം. 1200 കിലോമീറ്ററാണ് ഉയരം, 100 കിലോമീറ്റർ വീതിയുണ്ട്. കേരളത്തിൽ 900 മീറ്ററാണ് ഈ പശ്ചിമഘട്ടത്തിൻ്റെ ഉയരം. ശരാശരി ഉയരം 900 മീറ്ററാണ്. ഡെക്കാൻ പീഠഭൂമിയുടെ പടിഞ്ഞാറേ അതിർത്തിയിലാണ് പശ്ചിമഘട്ടം സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ തന്നെ പശ്ചിമഘട്ടം കടന്നു പോകുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങൾ പഠിച്ചു വയ്ക്കണം. ഗുജറാത്ത്, മഹാരാഷ്ട്ര, ഗോവ, കർണാടക, തമിഴ്നാട്, കേരള. ഇത്തരം സംസ്ഥാനങ്ങളിലൂടെയാണ് പശ്ചിമഘട്ടം കടന്നു പോകുന്നത്. പശ്ചിമഘട്ടത്തിലെ പ്രധാനപ്പെട്ട ചുരങ്ങളാണ് ബോർഗട്ട് ചുരം, താൽഘട്ട് ചുരം, പാലക്കാട് ചുരം, ചെങ്കോട്ട ചുരം. ഈ 4 പ്രധാനപ്പെട്ട ചുരങ്ങളും പശ്ചിമഘട്ടത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. അതിൽ ബോർഗട്ട്, താൽഘട്ട് ചുരം സ്ഥിതി ചെയ്യുന്നത് മഹാരാഷ്ട്ര സംസ്ഥാനത്താണ്. ഏത് സംസ്ഥാനത്താണെന്ന് ചോദ്യം ഉണ്ടാവും. അത് മഹാരാഷ്ട്രയിലാണ്. അതുപോലെ പശ്ചിമഘട്ടം മഹാരാഷ്ട്ര, ഗോവ, കർണാടക എന്നീ സംസ്ഥാനങ്ങളിൽ അറിയപ്പെടുന്ന പേരാണ് സഹ്യാദ്രി. പശ്ചിമഘട്ടം കേരളത്തിൽ അറിയപ്പെടുന്ന പേരാണ് സഹ്യപർവ്വതം. പശ്ചിമഘട്ടം മറ്റ് സംസ്ഥാനങ്ങളായിട്ടുള്ള മഹാരാഷ്ട്ര, ഗോവ, കർണാടക ഈ സംസ്ഥാനങ്ങളിലൊക്കെ അറിയപ്പെടുന്നത് സഹ്യാദ്രി എന്ന പേരിലാണ്. ഇനി പശ്ചിമഘട്ടത്തിന് ലോക പൈതൃക കേന്ദ്രമായിട്ട് യുനെസ്കോ തിരഞ്ഞെടുത്തിട്ടുണ്ട്. അത് 2012 ജൂലൈ 1-ാം തീയതിയാണ്. പശ്ചിമഘട്ടത്തിൽ നിന്ന് ഈ ലോക പൈതൃക പട്ടികയിൽ 39 കേന്ദ്രങ്ങൾ പശ്ചിമഘട്ടത്തിൽ നിന്ന് മാത്രം ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ 20 എണ്ണവും കേരളത്തിലാണ്. അതുപോലെ നമ്മൾ ഈ പശ്ചിമഘട്ടത്തെ സംരക്ഷിക്കുക എന്നുള്ളതൊരു വലിയ ഒരു ഉത്തരവാദിത്വമാണ് അല്ലേ. നമ്മൾക്ക് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഗവൺമെൻറ് അതിന് നല്ല ഒരു പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. അപ്പോൾ പരിസ്ഥിതി രംഗത്തെ ഈ ആഘാതങ്ങളൊക്കെ നടക്കുന്നുണ്ടല്ലോ. അപ്പോൾ അത് പശ്ചിമഘട്ടത്തെ എത്രത്തോളം ബാധിക്കുന്നു എന്ന രീതിയിൽ പഠനം നടത്താൻ വേണ്ടി കേന്ദ്ര സർക്കാർ നിയോഗിച്ച കമ്മിറ്റിയാണ് മാധവ് ഗാഡ്ഗിൽ കമ്മിറ്റി. 2010 ഈ മാധവ് ഗാഡ്ഗിൽ കമ്മിറ്റിയെ നിയമിക്കുന്നത്. മാധവ് ഗാഡ്ഗിൽ കമ്മിറ്റി വിശദമായി പഠിക്കുകയും റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തു. ഈ റിപ്പോർട്ട് പ്രകാരം കേരളത്തിലെ കുറേയധികം താലൂക്കുകൾ പൂർണ്ണമായിട്ടും കുറച്ച് താലൂക്കുകൾ ഭാഗികമായും പരിസ്ഥിതി ലോല മേഖലയായിട്ടൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ മാധവ് ഗാഡ്ഗിൽ 2010 നിയോഗിക്കപ്പെടുകയും 2011 ഓഗസ്റ്റിൽ അവരവരുടെ റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തു. ഇനി ഈ റിപ്പോർട്ടിനെ കുറിച്ച് പഠനം നടത്താൻ വേണ്ടിയിട്ട്, അതായത് മാധവ് ഗാഡ്ഗിൽ കമ്മിറ്റി കൊടുത്ത വിശദമായിട്ടുള്ള റിപ്പോർട്ടിനെ കുറിച്ച് പഠനം നടത്താൻ വേണ്ടി കേന്ദ്ര സർക്കാർ നിയോഗിച്ച മറ്റൊരു കമ്മിറ്റിയുണ്ട്. അതാണ് കസ്തൂരിരംഗൻ കമ്മിറ്റി. ഓക്കെ, കസ്തൂരിരംഗൻ കമ്മിറ്റി നിലവിൽ വരുന്നത് 2012 ഓഗസ്റ്റിലാണ്. ഓക്കെ, 2012 ഓഗസ്റ്റിൽ അവർ ഈ മാധവ് ഗാഡ്ഗിലിൻ്റെ റിപ്പോർട്ട് വിശദമായിട്ട് പഠിച്ച് അതിൻ്റെ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്ത് അവരൊരു റിപ്പോർട്ട് സമർപ്പിച്ചു. ആര്? കസ്തൂരിരംഗൻ. ആ കസ്തൂരിരംഗൻ കമ്മീഷൻ്റെ റിപ്പോർട്ട് സമർപ്പിച്ചത് 2013. ഓക്കെ, ഇനി കസ്തൂരിരംഗൻ കമ്മീഷൻ്റെ റിപ്പോർട്ട് പ്രകാരം കുറേ അധികം മേഖലകൾ പരിസ്ഥിതി ലോല പ്രദേശമാണെന്ന് കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു.
ഇനി കസ്തൂരി രംഗൻ റിപ്പോർട്ടിൽ ചില ഭേദഗതികളൊക്കെ വരുത്തി അത് പരിശോധിക്കാൻ കേരള സർക്കാർ നിയോഗിച്ച കമ്മിറ്റിയാണ് ഉമ്മൻ വി ഉമ്മൻ കമ്മിറ്റി. അപ്പോൾ ഉമ്മൻ വി ഉമ്മൻ കമ്മിറ്റി കേരള സർക്കാർ നിയോഗിച്ച കമ്മിറ്റിയാണ്. എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? കസ്തൂരി രംഗൻ റിപ്പോർട്ടിലെ ഭേദഗതികൾ പരിശോധിക്കാൻ വേണ്ടിയിട്ട് നിയോഗിച്ച കമ്മിറ്റിയാണ്. അടുത്തത് പൂർവഘട്ടം. ഈ ഡെക്കാൻ പീഠഭൂമിയുടെ കിഴക്കേ അതിരിലാണ് പൂർവഘട്ടം സ്ഥിതി ചെയ്യുന്നത്. നമ്മൾ നേരത്തെ പശ്ചിമഘട്ടം എവിടെയാണെന്ന് പറഞ്ഞത്? ഡെക്കാൻ പീഠഭൂമിയുടെ പടിഞ്ഞാറ് അതിർത്തിയിലാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഓർക്കുന്നുണ്ടായിരിക്കും. പൂർവഘട്ടം ഡെക്കാൻ പീഠഭൂമിയുടെ കിഴക്ക് അതിരിലാണ് ഉള്ളത്. 600 മീറ്ററാണ് ഉയരം. അതുപോലെ പൂർവഘട്ടം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്: ഒഡീഷ, ആന്ധ്രാപ്രദേശ്, തമിഴ്നാട്, തെലങ്കാന, അതുപോലെ കർണാടകയുടെ ചില ഭാഗങ്ങൾ. ഇത്രയുമാണ് പൂർവഘട്ടം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനങ്ങൾ. ഇനി ഇവിടെ കുറച്ച് കുന്നുകളുടെ പേരുകളാണ് കൊടുത്തിട്ടുള്ളത്. ഈ കുന്നുകളൊക്കെ പൂർവഘട്ടത്തിൽ സ്ഥിതി ചെയ്യുന്ന കുന്നുകളാണ്. ഷെയ്റോയ് കുന്നുകൾ, അതുപോലെ ജാവധി കുന്നുകൾ, അതുപോലെ നല്ലമല, പളനി, നൽക്കൊണ്ട. ഈ കുന്നുകളെല്ലാം എവിടെയാണ്? പൂർവഘട്ടത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഏതൊക്കെയാണ്? ഷെയ്റോയ്, ജാവധി കുന്നുകൾ, അതുപോലെ നല്ലമല, പളനി, നൽക്കൊണ്ട കുന്നുകൾ. ഇതെല്ലാം പൂർവഘട്ടത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. പൂർവഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വതമാണ് ജിൻദാഗഡ പർവ്വതം. ഏതാണ്? ജിൻദാഗഡ പർവ്വതമാണ് പൂർവഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വതം. ആന്ധ്രാപ്രദേശിലാണ് ഈ ജിൻദാഗഡ പർവ്വതം സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ. അതുപോലെ അർമാകൊണ്ട, സീതമ്മകൊണ്ട, ഇതൊക്കെ ഈ ജിൻദാഗഡയുടെ പ്രാദേശിക നാമങ്ങളാണ് കേട്ടോ. അർമാകൊണ്ട, സീതമ്മകൊണ്ട. ഓക്കെ. ഇനി നമ്മളിവിടെ കൊടുത്തിട്ടുള്ളത് 4 നദികളുടെ പേരുകളാണ്: മഹാനദി, ഗോദാവരി, കൃഷ്ണ, കാവേരി. ഇത് 4ഉം പൂർവഘട്ടത്തിലൂടെ ഒഴുകുന്ന നദികളാണ്. ഏതൊക്കെയാണ് പൂർവഘട്ടത്തിലൂടെ ഒഴുകുന്ന നദികൾ? മഹാനദി, ഗോദാവരി, കൃഷ്ണ, കാവേരി. നീലഗിരി കുന്നുകൾ. പശ്ചിമഘട്ടവും പൂർവഘട്ടവും തമ്മിൽ ബന്ധിക്കുന്നത് നീലഗിരി കുന്നുകളിലാണ്. നീലഗിരി കുന്നുകളിലെ ഏറ്റവും ഉയരം കൂടിയ പ്രദേശമാണ് ദോഡാബേട്ട. ഏതാണ്? ദോഡാബേട്ട. ഓക്കെ. നീലഗിരി കുന്നുകളിലെ ഏറ്റവും ഉയരം കൂടിയ പ്രദേശമാണ് ദോഡാബേട്ട. ഇനി നീലഗിരി കുന്നുകളിൽ അധിവസിക്കുന്ന ആദിവാസി വിഭാഗമാണ് തോഡർ എന്ന ആദിവാസി വിഭാഗമാണ് നീലഗിരി കുന്നുകളിൽ അധിവസിക്കുന്നത്. ഇനി നീലഗിരിയുടെ റാണി എന്നറിയപ്പെടുന്ന സ്ഥലം ഊട്ടിയാണ്. ഊട്ടി. ഓക്കെ. അപ്പോൾ നമ്മൾ പൂർവഘട്ടത്തിലെ ഏകദേശം എല്ലാ പോയിൻറ്റുകളും കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റ് എന്ന് പറയുന്നത് ഏറ്റവും ഉയരം കൂടിയ പർവ്വതം ജിൻദാഗഡ പർവ്വതമാണ്. പൂർവഘട്ടത്തിലെ രണ്ടാമത്തെ ഉയരം കൂടിയ പർവ്വതമുണ്ട്, അത് മഹേന്ദ്രഗിരി കുന്നുകളാണ് കേട്ടോ. ആ പോയിൻ്റ് നമ്മൾ വിട്ടുപോയി. പൂർവഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയത് ജിൻദാഗഡ പർവ്വതം, അത് ആന്ധ്രാപ്രദേശിലാണ്. പൂർവഘട്ടത്തിലെ രണ്ടാമത്തെ ഉയരം കൂടിയ പർവ്വതം മഹേന്ദ്രഗിരി കുന്നുകളാണ്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് തീരദേശത്തെക്കുറിച്ചാണ്. തീരദേശം എന്ന് പറയുമ്പോൾ അതിൽ 2 പ്രധാനപ്പെട്ട തീരങ്ങളാണ് വരുന്നത്: കിഴക്കൻ തീരം അഥവാ പൂർവ്വ തീരം, പിന്നെ പടിഞ്ഞാറൻ തീരസമതലം അഥവാ പശ്ചിമ തീരസമതലം. അപ്പോൾ ആദ്യം നമ്മൾ കിഴക്കൻ തീരമാണ് നോക്കുന്നത്. ഉയർത്തപ്പെട്ട തീരത്തിന് എമർജ്ഡ് കോസ്റ്റ് എന്ന് പറയും. ഉയർത്തപ്പെട്ട തീരം. ഈ ഉയർത്തപ്പെട്ട തീരത്തിന് ഉദാഹരണമാണ് കിഴക്കൻ തീരം. അതുപോലെ എന്താണ് ഈ കിഴക്കൻ തീരപ്രദേശം? സുന്ദരവന പ്രദേശം മുതൽ കന്യാകുമാരി വരെ പൂർവഘട്ടത്തിനും ബംഗാൾ ഉൾക്കടലിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന തീരപ്രദേശമാണ് കിഴക്കൻ തീരം അഥവാ പൂർവ്വതീരം. ഈ കിഴക്കൻ തീരത്തെ നമ്മൾ 2ആയിട്ട് തിരിച്ചിട്ടുണ്ട്: കോറമാൻഡൽ തീരവും വടക്കൻ സിർക്കാർസ്. ഏതൊക്കെയാണ്? കോറമാൻഡൽ തീരം, വടക്കൻ സിർക്കാർസ്. ആദ്യത്തേത് കോറമാൻഡൽ തീരമാണ്. പയാൻഘട്ട് എന്നാണ് അറിയപ്പെടുന്നത് കോറമാൻഡൽ തീരം, പയാൻഘട്ട്. ഇനി തമിഴ്നാട് തീരവും ആന്ധ്രാപ്രദേശിൻ്റെ തെക്കൻ തീരപ്രദേശവും ഭാഗമായിട്ടുള്ള ഇന്ത്യയുടെ കിഴക്കൻ തീരസമതലമാണ് കോറമാൻഡൽ തീരം. ഇനി വടക്കൻ സിർക്കാർസ് എന്ന് പറയുന്നത് മഹാനദി, കൃഷ്ണ എന്നീ നദികളുടെ വടക്ക് കിഴക്ക് ഭാഗത്തുള്ള ഇന്ത്യയുടെ കിഴക്കൻ തീരസമതലം അറിയപ്പെടുന്നത് വടക്കൻ സിർക്കാർസ് എന്നാണ്. ആന്ധ്രാപ്രദേശിൻ്റെ വടക്കൻ തീരവും ഒഡീഷയുടെയും പശ്ചിമ ബംഗാളിൻ്റെയും തീരപ്രദേശവും ചേരുന്ന ഇന്ത്യയുടെ കിഴക്കൻ തീരസമതലമാണ് വടക്കൻ സിർക്കാർസ്.
ഓക്കെ, അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് ഓർത്തിരുന്നാൽ മതി. അതുപോലെ നമ്മൾ അടുത്തതിലേക്ക് കിടക്കുകയാണ് പടിഞ്ഞാറൻ തീരം. ഇനി നമുക്ക് പടിഞ്ഞാറൻ തീരം അഥവാ പശ്ചിമ തീരം നോക്കാം. ഗുജറാത്തിലെ റാൻ ഓഫ് കച്ച് മുതൽ കന്യാകുമാരി വരെ പശ്ചിമഘട്ടത്തിനും അറബിക്കടലിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന തീരപ്രദേശമാണ് പടിഞ്ഞാറൻ തീരപ്രദേശം. താഴ്ന്നു പോയ സമതലങ്ങൾക്ക് ഉദാഹരണമാണ്, അതായത് സബ്മർജ്ഡ് കോസ്റ്റിന് ഉദാഹരണമാണ് ഈ പശ്ചിമ തീരസമതലം. ഇനി പടിഞ്ഞാറൻ തീരസമതലത്തെ നമ്മൾ 3ആയിട്ട് തിരിച്ചിട്ടുണ്ട്. അതാണ് ഗുജറാത്ത്, കച്ച് കത്തിയാവാർ തീരം, അതുപോലെ കൊങ്കൺ തീരം, മൂന്നാമത്തേത് മലബാർ തീരം. ഇങ്ങനെ 3ആയിട്ട് നമ്മൾ തരംതിരിച്ചിട്ടുണ്ട്. ഓക്കെ, അതിൽ ലഗൂണുകൾ കാണുന്ന തീരപ്രദേശമാണ് മലബാർ തീരം. പശ്ചിമ തീരം അഥവാ പടിഞ്ഞാറൻ തീരസമതലത്തിൽ ലഗൂണുകൾ കാണുന്ന തീരമാണ് മലബാർ തീരം. അതുപോലെ തെക്ക് പടിഞ്ഞാറൻ മൺസൂണിൻ്റെ പ്രഭാവം കൂടുതലായി കാണപ്പെടുന്ന ഇന്ത്യയിലെ ഭൂപ്രദേശമാണ് പടിഞ്ഞാറൻ തീരസമതലം. ഇനി നമ്മളിതിൽ കൊങ്കൺ തീരത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മഹാരാഷ്ട്ര, ഗോവ, കർണാടകയുടെ വടക്കൻ പ്രദേശം, ഈ 3 ഉൾപ്പെടുന്നതാണ് കൊങ്കൺ തീരം. ഏതൊക്കെയാണ്? മഹാരാഷ്ട്ര, ഗോവ, അതുപോലെ കർണാടകയുടെ വടക്കൻ പ്രദേശവും ഉൾപ്പെടുന്ന തീരമാണ് കൊങ്കൺ തീരം. ഈ പടിഞ്ഞാറൻ തീരപ്രദേശത്തിൻ്റെ തെക്ക് ഭാഗത്തായിട്ടാണ് മലബാർ തീരം നമ്മൾ കാണുക. അവിടെ ധാരാളം ലഗൂണുകൾ കാണപ്പെടുന്നുണ്ട്. അതുപോലെ വടക്കൻ മലബാർ തീരം എന്നറിയപ്പെടുന്നത് കർണാടക തീരമാണ്. ഓക്കെ, ഇനി റാൻ ഓഫ് കച്ച് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ. റാൻ ഓഫ് കച്ച് മുതൽ കന്യാകുമാരി വരെ പശ്ചിമഘട്ടത്തിന് അറബിക്കടലിൻ്റെയും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന തീരപ്രദേശമാണ് പടിഞ്ഞാറൻ തീരസമതലം. ഈ ഗുജറാത്തിലെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ലവണത്വമുള്ള ചതുപ്പ് നിലങ്ങളാണ് ഈ റാൻ ഓഫ് കച്ച്. ഗുജറാത്തിനെ പാകിസ്ഥാനിലെ സിന്ധിൽ നിന്നും വേർതിരിക്കുന്നത് റാൻ ഓഫ് കച്ചാണ്. റാൻ ഓഫ് കച്ചിൻ്റെ 2 വിഭാഗങ്ങളുണ്ട്. അത് ഗ്രേറ്റ് റാനും ലിറ്റിൽ റാനുമാണ്. ഗ്രേറ്റ് റാൻ, ലിറ്റിൽ റാൻ. ഇനി നമ്മൾ ദ്വീപുകളാണ് നോക്കാൻ പോകുന്നത്. ഏറ്റവും പ്രധാനമായിട്ട് ആദ്യം നോക്കുന്നത് ലക്ഷദ്വീപാണ്. ലക്ഷദ്വീപ് ഉഷ്ണമേഖലാ പറുദീസ എന്നറിയപ്പെടുന്ന ദ്വീപാണ്, ഇന്ത്യൻ ദ്വീപാണ് ലക്ഷദ്വീപ്. 1,00,000 ദ്വീപുകൾ എന്നർത്ഥം വരുന്ന ദ്വീപസമൂഹമാണ് ലക്ഷദ്വീപ്. അതുപോലെ ഇന്ത്യയുടെ പവിഴ ദ്വീപ് എന്നറിയപ്പെടുന്നത് ലക്ഷദ്വീപാണ്. ഇനി അത് ഏത് കടലിലാണ് ലക്ഷദ്വീപ് ഉള്ളത്? അറബിക്കടലിലാണ് കേട്ടോ. ഇന്ത്യയുടെ പടിഞ്ഞാറ് അറബിക്കടലിൽ സ്ഥിതി ചെയ്യുന്ന ദ്വീപസമൂഹമാണ് ലക്ഷദ്വീപ്. ഇനി ഇതിൽ കുറേ ദ്വീപുകളിലെ ലക്ഷദ്വീപിൽ തന്നെ പ്രധാനപ്പെട്ട കുറേ ദ്വീപുകളുണ്ട് അല്ലേ. അതായത് ബംഗാരം, മിനിക്കോയ്, കവരത്തി, അഗത്തി, ആന്ത്രോത്ത്, കൽപ്പേനി, അമിനി ദ്വീപ്, ബിത്ര, കിൽത്താൻ, അങ്ങനെ കുറേ പ്രധാനപ്പെട്ട ദ്വീപുകളുണ്ട്. എല്ലാ ദ്വീപുകളുടെയും പേര് ഞാൻ പറയുന്നില്ല, ജസ്റ്റ് അതിലെ പ്രധാനപ്പെട്ട കുറച്ച് പോയിന്റുകൾ ഉൾപ്പെടുന്ന ദ്വീപുകളാണ് നമ്മൾ ഇവിടെ എഴുതിയിട്ടുള്ളത്. ആദ്യം നമ്മൾ എഴുതിയിട്ട് ആന്ത്രോത്താണ്. ആന്ത്രോത്തിൻ്റെ പ്രത്യേകത ലക്ഷദ്വീപിലെ ഏറ്റവും വലിയ ദ്വീപാണ് ആന്ത്രോത്ത്. ഓക്കെ, ലക്ഷദ്വീപിലെ ഏറ്റവും ചെറിയ ദ്വീപാണ് ബിത്ര. അത് രണ്ടാണ് നമ്മളവിടെ കൊടുത്തിട്ടുള്ളത്. ആന്ത്രോത്ത് ഏറ്റവും വലിയ ദ്വീപും ബിത്ര ഏറ്റവും ചെറിയ ദ്വീപാണ്. ഇനി നമ്മൾ 2 കൊടുത്തിട്ടുള്ളത് കവരത്തിയാണ്. കവരത്തി, അതുപോലെ മിനിക്കോയ്. അപ്പോൾ കവരത്തിയുടെ പ്രത്യേകത ആദ്യം നോക്കാം. ജനസംഖ്യ കൂടിയ ലക്ഷദ്വീപിലെ ദ്വീപാണ് കവരത്തി ദ്വീപ്. ജനസംഖ്യ കുറഞ്ഞത് ബിത്രയാണ്. ഏറ്റവും ചെറിയ ദ്വീപായിട്ടുള്ള ബിത്ര തന്നെയാണ് ജനസംഖ്യ ഏറ്റവും കുറഞ്ഞ ദ്വീപ്. ഇനി മിനിക്കോയുടെ പ്രത്യേകത ലക്ഷദ്വീപിൽ ഏറ്റവും തെക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ദ്വീപാണ് മിനിക്കോയ് ദ്വീപ്. ഓക്കെ, ഇനി നമുക്ക് ലക്ഷദ്വീപിൻ്റെ തലസ്ഥാനം ഏതാണ്? കവരത്തിയാണ് കേട്ടോ. ലക്ഷദ്വീപിൻ്റെ തലസ്ഥാനം കവരത്തിയാണ്. ഇനി ഇതിൽ കുറച്ച് ചാനലുകളുടെ പേര് കൊടുത്തിട്ടുണ്ട്. 8 ഡിഗ്രി ചാനൽ, 6 ഡിഗ്രി ചാനൽ, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. 8 ഡിഗ്രി ചാനൽ എന്ന് പറയുന്നത് ലക്ഷദ്വീപിനെയും, അതായത് ലക്ഷദ്വീപിലെ മിനിക്കോയെയും മാലിദ്വീപിനെയും തമ്മിൽ വേർതിരിക്കുന്ന സമുദ്രഭാഗമാണ് 8 ഡിഗ്രി ചാനൽ. അപ്പോൾ ലക്ഷദ്വീപിനെയും മാലിദ്വീപിനെയും വേർതിരിക്കുന്ന സമുദ്രഭാഗമാണ് 8 ഡിഗ്രി ചാനൽ. അതിൽ ലക്ഷദ്വീപിന് പകരം മിനിക്കോയും മാലിദ്വീപിനെയും വേർതിരിക്കുന്നതെന്ന് ചോദിച്ചാലും 8 ഡിഗ്രി ചാനൽ തന്നെയാണ് കേട്ടോ. ഇനി 6 ഡിഗ്രി ചാനൽ, അത് ഇന്ദിര പോയിൻറ്റിനെയും ഇന്തോനേഷ്യയെയും തമ്മിൽ വേർതിരിക്കുന്ന സമുദ്രഭാഗമാണ് 6 ഡിഗ്രി ചാനൽ. ഇന്ദിര പോയിൻറ്റിനെയും ഇന്തോനേഷ്യയെയും തമ്മിൽ വേർതിരിക്കുന്ന സമുദ്രഭാഗമാണ് 6 ഡിഗ്രി ചാനൽ. അടുത്തത് 9 ഡിഗ്രി ചാനൽ.
മിനിക്കോയ് ദ്വീപിനെ ലക്ഷദ്വീപിൻ്റെ മറ്റ് ഭാഗങ്ങളിൽ നിന്ന് വേർതിരിക്കുന്നത്, അതായത് സുഹൈലി, കൽപ്പേനി തുടങ്ങിയ ദ്വീപുകൾ ഉൾപ്പെടുന്ന ഭാഗങ്ങളുണ്ട്. അവിടെ നിന്നും മിനിക്കോയ് ദ്വീപിനെ വേർതിരിക്കുന്നത് 9 ഡിഗ്രി ചാനലാണ്. അതുപോലെ 10 ഡിഗ്രി ചാനലുണ്ട്. 10 ഡിഗ്രി ചാനൽ ആൻഡമാൻ ദ്വീപിനെയും നിക്കോബാർ ദ്വീപിനെയും തമ്മിൽ വേർതിരിക്കുന്ന ഭാഗമാണ് 10 ഡിഗ്രി ചാനൽ. അടുത്തത് 11 ഡിഗ്രി ചാനൽ. 11 ലക്ഷദ്വീപിനെ പൂർണ്ണമായിട്ടും വേർതിരിച്ചെടുക്കുന്ന സമുദ്രഭാഗമാണ് 11 ഡിഗ്രി ചാനൽ. നേരത്തെ നമ്മൾ 9 ഡിഗ്രി ചാനൽ മിനിക്കോയ് ദ്വീപിനെ ലക്ഷദ്വീപിൻ്റെ മറ്റു ഭാഗങ്ങളിൽ നിന്നും വേർതിരിക്കുന്നത് 9 ഡിഗ്രി ചാനലാണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ 9 ഡിഗ്രി ചാനൽ ലക്ഷദ്വീപിനെ മലേക്കു അറ്റോളിൽ നിന്ന് വേർതിരിക്കുന്നുണ്ട്. ലക്ഷദ്വീപിനെ മലേക്കു അറ്റോളിൽ നിന്ന് വേർതിരിക്കുന്നതും 9 ഡിഗ്രി ചാനൽ തന്നെയാണ്. ഈ മലേക്കു അറ്റോൾ എന്ന് പറയുന്നത് മിനിക്കോയുടെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന അറ്റോളാണ് മലേക്കു അറ്റോൾ. മിനിക്കോയുടെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന അറ്റോളാണ് മലേക്കു അറ്റോൾ. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളെ കുറിച്ചാണ്. ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ സ്ഥിതി ചെയ്യുന്നത് ബംഗാൾ ഉൾക്കടലിലാണ്. ബംഗാൾ ഉൾക്കടലിലെ ദ്വീപസമൂഹമാണ് ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ. അതുപോലെ ന്യൂ ഡെൻമാർക്ക് എന്നറിയപ്പെട്ടിരുന്ന ദ്വീപസമൂഹമാണ് ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ. നിക്കോബാറിൻ്റെ തെക്കേ അറ്റം ഇന്ദിരാ പോയിൻ്റാണ്. നിക്കോബാറിൻ്റെ തെക്കേ അറ്റം ഇന്ദിരാ പോയിൻ്റ്. അതുപോലെ ആൻഡമാനിലെ ഏറ്റവും വലിയ ദ്വീപാണ് മിഡിൽ ആൻഡമാൻ. ആൻഡമാനിലെ ഏറ്റവും വലിയ ദ്വീപാണ് മിഡിൽ ആൻഡമാൻ. അതുപോലെ ഷഹീദി ആൻഡ് സ്വരാജ് ദ്വീപുകൾ എന്ന് ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളെ വിശേഷിപ്പിച്ചത് സുഭാഷ് ചന്ദ്രബോസാണ്. സുഭാഷ് ചന്ദ്രബോസ് ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളെ വിശേഷിപ്പിച്ച പേരാണ് ഷഹീദ് ആൻഡ് സ്വരാജ് ദ്വീപുകൾ. ഇനി പോർട്ട് ബ്ലെയർ. ആൻഡമാൻ നിക്കോബാർ ദ്വീപിൻ്റെ തലസ്ഥാനമാണ് പോർട്ട് ബ്ലെയർ. ദക്ഷിണ ആൻഡമാനിലാണ് പോർട്ട് ബ്ലെയർ ഉള്ളത്. ആൻഡമാൻ നിക്കോബാർ ദ്വീപിൻ്റെ തലസ്ഥാനമാണ് പോർട്ട് ബ്ലെയർ. ബ്രിട്ടീഷ് ഭരണകാലത്ത് ആൻഡമാൻ്റെ തലസ്ഥാനം റോസ് ദ്വീപായിരുന്നു. ബ്രിട്ടീഷ് ഭരണകാലത്തെ ആൻഡമാൻ്റെ തലസ്ഥാനം റോസ് ദ്വീപായിരുന്നു. ഇനി കർലു ദ്വീപ്. ആൻഡമാൻ ദ്വീപുകളിൽ ഏറ്റവും ചെറിയ ദ്വീപാണ് കർലു ദ്വീപ്. ഓക്കെ, ആൻഡമാൻ ദ്വീപുകളിൽ ഏറ്റവും ചെറിയതാണ് കർലു ദ്വീപ്. നിക്കോബാർ ദ്വീപുകളിൽ ഏറ്റവും ചെറുത് പിൻമിലാവോ ദ്വീപാണ്. ഓക്കെ, അപ്പോൾ ചെറിയ 2 ദ്വീപുകളുടെ പേരാണ് കൊടുത്തിട്ടുള്ളത്. അതിൽ ആൻഡമാൻ ദ്വീപിൽ ഏറ്റവും ചെറുത് കർലു ദ്വീപും നിക്കോബാർ ദ്വീപിലെ ഏറ്റവും ചെറുത് പിൻമിലാവോ ദ്വീപുമാണ്. ഓക്കെ, അടുത്തത് ഇന്ത്യയിലെ ഏക സജീവ അഗ്നിപർവ്വതമാണ് ബാരൻ. ഇന്ത്യയിലെ ഏക സജീവ അഗ്നിപർവ്വതം ബാരനാണ്. അതുപോലെ നർക്കൊണ്ട എന്ന് പറയുന്നതും ഒരു അഗ്നിപർവ്വതത്തിൻ്റെ പേരാണ്. അത് ലിറ്റിൽ ആൻഡമാനിൽ സ്ഥിതി ചെയ്യുന്ന നിർജീവ അഗ്നിപർവ്വതമാണ് നർക്കൊണ്ട. ലിറ്റിൽ ആൻഡമാനിൽ സ്ഥിതി ചെയ്യുന്ന നിർജീവ അഗ്നിപർവ്വതമാണ് നർക്കൊണ്ട. അതുപോലെ സാഡിൽ കൊടുമുടി. എന്താണത്? ആൻഡമാനിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് സാഡിൽ കൊടുമുടി. ആൻഡമാനിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി. അതുപോലെ സൗത്ത് ആൻഡമാനെയും ലിറ്റിൽ ആൻഡമാനെയും തമ്മിൽ വേർതിരിക്കുന്നത് ഡങ്കൻ പാസേജ്. ഏതിനെയാണ്? സൗത്ത് ആൻഡമാനെയും ലിറ്റിൽ ആൻഡമാനെയും തമ്മിൽ വേർതിരിക്കുന്നത് ഡങ്കൻ പാസേജ്. അടുത്തത് മജുലി ദ്വീപാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ നദീജന്യ ദ്വീപാണ് മജുലി ദ്വീപ്. അസമിലാണ് മജുലി ദ്വീപ് സ്ഥിതി ചെയ്യുന്നത്. മജുലി ദ്വീപ് സ്ഥിതി ചെയ്യുന്ന നദി ബ്രഹ്മപുത്രയാണ്, ബ്രഹ്മപുത്ര. അതുപോലെ ഇന്ത്യയിലെ ആദ്യത്തെ ദ്വീപ് ജില്ല മജുലി ദ്വീപാണ്, മജുലിയാണ് ആദ്യത്തെ ദ്വീപ് ജില്ല. ദ്വീപ് ജില്ലയെ പ്രഖ്യാപിക്കുന്നതിന് മുൻപ് മജുലി ഏത് ജില്ലയുടെ ഭാഗമായിരുന്നു? മജുലി ജോർഹത്ത് ജില്ലയുടെ ഭാഗമായിരുന്നു മജുലി. പിന്നീട് അത് ദ്വീപ് ജില്ലയായിട്ട് പ്രഖ്യാപിക്കുകയായിരുന്നു. അപ്പോൾ ഇത്രയാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. ഭൂമിശാസ്ത്രത്തിൽ ഇന്ത്യയുടെ ഭൂപ്രകൃതി എന്ന് പറയുന്നൊരു വലിയൊരു ഭാഗമാണ് നമ്മൾ പഠിച്ചു തീർത്തത്. കുറേ സമയം നമ്മളെടുത്തു. നിങ്ങൾ റിവൈസ് ചെയ്യണം, അല്ലെങ്കിൽ പെട്ടെന്ന് മറന്നു പോകുന്ന പേരുകളാണ് ഇതൊക്കെ. നമുക്കിനി ഇതിൽ പഠിക്കാനുള്ളത് കാലാവസ്ഥ തുടങ്ങി അങ്ങോട്ടുള്ള ടോപ്പിക്കുകളാണ്. അപ്പോൾ അത് വേഗം നമ്മൾ വീഡിയോ ഇടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കാം. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം. താങ്ക്